വാട്സാപ്പിൽ എക്കോ എഫക്റ്റിൽ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് അയക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ പാട്ടുകൾ പാടി അയക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സാധാരണ വോയിസ് ക്ലിപ്പ് പോലെയും നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. ഇനി അതല്ല, ഓൺ വോയിസിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെ എക്കോ എഫക്റ്റിൽ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ അലോ ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ നടുവിലായിട്ട് പവർ ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും സ്വിച്ച് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് സെറ്റിംഗ്സ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എക്കോ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ഇവിടെ ഒന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനൊന്നും ആവശ്യമില്ല. ഓൾറെഡി എക്കോ സിസ്റ്റം ഇവിടെ റെഡിയാണ്. ഇനി ഇവിടെ ലൈവ് ആയിട്ട് നമുക്ക് പാടണമെങ്കിൽ ലൈവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പാടാം. അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പാട്ട് പാടി റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ റെക്കോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി വോളിയം ഇവിടെ നമുക്ക് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വലതുവശത്തായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിന്ന് കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും. ഇനി നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ റെക്കോർഡ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പാട്ട് തന്നെ പാടുകയാണ്. ഓക്കെ, കാത്തിരിപ്പൂ കൺമണി. ഓക്കെ, ഇപ്പോൾ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെക്കോർഡായത് നമുക്ക് എവിടെ ലഭിക്കും? അതിനായിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ പാടിയ പാട്ട് അല്ലെങ്കിൽ വോയിസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുന്ന് പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇടതുവശത്ത് ലാസ്റ്റ് കാണുന്ന ആ ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ? ഞാനിപ്പോൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് നമുക്ക് ഷെയർ ചെയ്യാം. വാട്സാപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോയിസ് ക്ലിപ്പായിട്ടാണ് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കുക. ഇനി ഓൺ വോയിസിൽ ഇതെങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും വാട്സാപ്പിലൊക്കെ? അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ മാത്രം ഇവിടെ വെക്കുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഓപ്പൺ ചെയ്യരുത്. റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗം ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഓപ്പൺ ആകും. പേര് കാണുന്ന ഭാഗം അല്ലെങ്കിൽ ഇവിടെ ചില മൊബൈലിൽ 3 ഡോട്ട്സ് ആണ് കാണിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് വിൻഡോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് വ്യൂ, എൻ്റെ മൊബൈലിൽ സ്പ്ലിറ്റ് വ്യൂ എന്നാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആ ഒരു ആപ്ലിക്കേഷൻ പകുതിയിൽ നിൽക്കും. ബാക്കി പകുതിയിൽ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കും. പക്ഷേ എൻ്റെ മൊബൈലിൽ അങ്ങനെ കാണുന്നില്ല. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പകുതിയിലും ഇത് പകുതിയിലും നിൽക്കുന്നത് കാണാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, ആ ഒരു ആപ്ലിക്കേഷൻ പകുതിയിലും ബാക്കി പകുതിയിൽ വാട്സപ്പും വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആർക്കാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ വ്യക്തിക്ക് പാട്ട് അയച്ചു കൊടുക്കാൻ പോവുകയാണ് ഓൺ വോയിസിൽ. അവിടെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാം. പാട്ട് ഇവിടെയാണല്ലോ റെക്കോർഡ് ഉള്ളത്. അവിടെ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാം. ആദ്യം ഇവിടെ മൈക്ക് ഓൺ ചെയ്യണം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്. ഉടനെ തന്നെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഓൺ വോയിസിൽ നമുക്ക് ഇതുപോലെ പാട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പക്ഷേ ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വോയിസിന് ഒരല്പം ക്ലാരിറ്റി കുറയുമെന്നേ ഉള്ളൂ. പക്ഷേ ഓൺ വോയിസിലും നമുക്ക് ഇതുപോലെ പാട്ടുകളും മറ്റുള്ള വോയിസും ഒക്കെ ഇതുപോലെ എക്കോ എഫക്റ്റിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സെൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.